നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടതു സർക്കാർ KSRTC ജീവനക്കാരെ കൊള്ളയടിക്കുന്നു. കെ രാജേഷ്. KSRTC ജീവനക്കാർക്ക് ഒരു ഗഡു DA പോലും അനുവദിക്കാതെയും പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി ശമ്പളത്തിൽ നിന്നും ഈടാക്കുന്ന തുക പെൻഷൻ ഫണ്ടിൽ അടയ്ക്കാതെയും ഇടതു സർക്കാർ നടത്തുന്നത് പകൽ കൊള്ളയാണെന്നും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങേയറ്റം തൊഴിലാളി വഞ്ചനാപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേഷ് പറഞ്ഞു. പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ എംപ്ലോയീസ് സംഘ് നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, അപേക്ഷിക്കുന്ന മുറയ്ക്ക് PF ലോൺ അനുവദിക്കുക, എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രൊമോഷൻ അനുവദിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വേജ് കോഡ് പ്രകാരം എല്ലാ താൽക്കാലിക വിഭാഗം ജീവനക്കാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം ആനുകൂല്യങ്ങൾ എന്ന നിയമം നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ കരാറിലെ ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക, ജീവനക്കാരുടെ ബാറ്റ് കയ്യിൽ നൽകുക, KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങി നൽകി റൂട്ടുകൾ സംരക്ഷിക്കുക, ഡ്യൂട്ടികൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക, KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാക്കി പൊതുഗതാഗതം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 16, 17, 18 തീയതികളിലായി മുഴുവൻ ജില്ലകളിലും നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം സംഘടിപ്പിച്ചത്. ങ്ങൾക്ക് വേണ്ടി നിരന്തരമായി സമരം ചെയ്തിരുന്ന KST എംപ്ലോയീസ് സംഘിന്റെ പ്രവർത്തകർ അവരുടെ ദൃഢനിശ്ചയത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായിട്ടാണ് ഇന്ന് ഈ KSRTC എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്നിവിടെ നിലനിൽക്കുന്നത്. നമ്മൾ കൂടി ഈ സമരരംഗത്തില്ലായിരുന്നുവെങ്കിൽ KSRTC എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന ഈ സ്ഥാപനം ഇടതുപക്ഷവും വലതുപക്ഷവും, ഇടതുപക്ഷത്തിന്റെ യൂണിയനായ CITയും വലതുപക്ഷത്തിന്റെ യൂണിയനായ INTUCയും കൂടി ചേർന്നുകൊണ്ട് സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തന്നെ ഇല്ലാതാക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നുവരെ KSRTCയിലെ ജീവനക്കാരുടെ ഈ സ്ഥാപനത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ KST എംപ്ലോയീസ് നിരന്തരം ഇടപെട്ടുകൊണ്ടും സമരം കൊണ്ടും പ്രതിഷേധങ്ങൾ കൊണ്ടും ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിലെ തൊഴിലവസരങ്ങളെയും നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനത്തിന്റെ ഫലമായി അംഗീകാരം കിട്ടി. തൊട്ടടുത്ത മാസങ്ങൾ തന്നെ 10 വർഷം പഴകിയ ഒരു ശമ്പള പരിഷ്കരണം, കൊറോണ എന്ന മഹാമാരി കേരളത്തില് ലോകത്തെ തന്നെ കീഴടക്കിയ സമയത്ത് 10 മാസം പഴകിയ 10 വർഷം പഴകിയ ശമ്പള പരിഷ്കരണം നേടിയെടുക്കാൻ നമ്മൾ സമരം തുടങ്ങി. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.